കസിൻസ് എല്ലാവരും കൂടി ഒരു മല കയറി ഇറങ്ങിയത് നമ്മുടെ കക്കാടംപോയിലുള്ള കുരിശുമല. നമ്മൾ നേരെ കക്കാടംപോയിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ ഓഫ് റോഡ് ജീപ്പ് ഉണ്ടാവും. നമ്മളത് വിളിച്ചിട്ട് വേണം കയറാൻ. നമ്മളൊരു 5-6 ജീപ്പ് വിളിച്ച് നമ്മൾ നേരെ കയറിപ്പോയി. കാരണം അത്യാവശ്യം തോന്നെ ആളുണ്ട് നമ്മുടെ കൂടെ. അങ്ങനെ ഒരു അടിപൊളി ഓഫ് റോഡും കഴിഞ്ഞ് നമ്മൾ മുകളിലെത്തിയിട്ടുണ്ട്. നമ്മൾ ഒരുപാട് ആൾക്കാരുണ്ട് എന്ന് വെറുതെ പറഞ്ഞല്ല. ഈ വരുന്നത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ റാലിയില്ല, ഇതൊക്കെ എൻ്റെ കസിൻസാണ്. എനിക്ക് ഇത്ര തോന്നെ കസിൻസ് ഉണ്ടോ നിങ്ങൾ ചോദിക്കണ്ട, ഇതൊക്കെ കുറവാണ്. ഇനിയും കൂടുതൽ കസിൻസ് വരാനുണ്ട്. പക്ഷേ അധികം ആൾക്കാർ ഞങ്ങളിപ്പോൾ പോകുന്നിട്ടില്ലെന്ന്. നമ്മളെല്ലാവരും ഒരുമിച്ച് നാട്ടിലുണ്ടാകുമ്പോൾ ഇതുപോലെ കസിൻസിനൊക്കെ വാരി കൂട്ടിയ ട്രിപ്പ് പതിവാട്ടോ. അത് പ്രത്യേകത ഒരു ഫീലാണ്. നമ്മൾ സെയിം ഏജിലുള്ള കസിൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിൽ അത് വേറൊരു വൈബല്ലേ. പട നയിക്കണ പടത്തലവനെ പോലെ മുന്നിൽ ഞാനായിട്ട് അവരെല്ലാവരും കൂടി നയിച്ച് നടക്കണേ. അതും ലിഗ്മെൻറ്റ് പോയ കാലായിട്ടാണ് ഈ പോകുന്നത്. എന്തെങ്കിലും അതിൻ്റെ മുകളിൽ പറ്റി അവർ ഏറ്റിക്കൊണ്ടുപോകുന്നുള്ള ഒറ്റ ധൈര്യത്തിലാണ് ഈ പോകുന്നത്. കാരണം ബാക്കിൽ നോക്കിയപ്പോൾ എല്ലാവരും ഇതേ കയറി വരുന്നുള്ളൂ. പക്ഷേ മുകളിലെത്തിയപ്പോഴുള്ള വ്യൂ അതൊരു രക്ഷയില്ല കേട്ടോ. അടിപൊളി വ്യൂ ആണ് ഇതിൻ്റെ മുകളിൽ നിന്ന്. പ്രത്യേകിച്ച് നൈസൊരു തണുപ്പും. ഈ നിൽക്കുന്ന ന്യൂ കപ്പിൾസ് ഇർഫു അൻഷിനി ഇവരുടെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ഹണിമൂൺ ട്രിപ്പാണിട്ടത്. ഞങ്ങളെല്ലാവരും ഇതിനത്തിന് മോഹൻലാൽ പോയ മാതിരി ഒരു ബസ് വിളിച്ചിട്ട് പോന്നു. പിന്നെ ഇത് എല്ലാ ഫാമിലി ഉണ്ടാവില്ലേ കുറച്ച് ഫോട്ടോകളിക്കായ ആൾക്കാർ, അതാണ് ഇത് ഈ ടീംസ്. അത് കൂടെ ഒന്ന് അറിയാതെ പാസ് ചെയ്തപ്പോൾ എന്നെ വിളിച്ച് കുറേ ഫോട്ടോ എടുപ്പിച്ചു. അവസാനം ഞങ്ങൾ എല്ലാവരും കൂടി കൂടി ചേർന്ന് ഒരു അടിപൊളി ഫോട്ടോസ് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അത് സംഭവിച്ചത്. നൈസായിട്ടൊരു മഴ പെയ്തു. ഹിൽ സ്റ്റേഷനിൽ മഴ പെയ്താൽ പിന്നെ അവിടുത്തെ കാര്യം പറയണ്ടല്ലോ. കൂടെ തണുപ്പും നൈസൊരു കാറ്റും കൂടി ഉണ്ടെങ്കിലോ. ഞങ്ങളുടെ കൂടെ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ നേരം അവിടെ നിന്നില്ല കേട്ടോ. ആ മഴ കൊണ്ട് നമ്മൾ മല ഇറങ്ങാൻ തീരുമാനിച്ചു. ഓരോരുത്തരൊക്കെ കുട്ടികളെ വാരിപ്പെറുക്കി ഓടാൻ തുടങ്ങി. സത്യം പറഞ്ഞാൽ മല കയറാനാണ് എളുപ്പം, ഇറങ്ങാൻ ഭയങ്കര ഡേഞ്ചറാണ്. പ്രത്യേകിച്ച് വെഴുക്കലും കാര്യങ്ങളൊക്കെ ഉള്ളതാകുമ്പോൾ. ഞാൻ തന്നെ 2-3 വട്ടം വീഴാൻ പോയി. അപ്പോൾ ബാക്കിയുള്ളവരുടെ കാര്യം പറയണ്ടല്ലോ. മല കയറി വൈബൊക്കെ വന്ന് ഞങ്ങളെല്ലാവരും മഴ കൊണ്ട് വൈഡായി പോയി 4 സൈഡിലും. പക്ഷേ മഴ പെയ്തപ്പോൾ അവിടെ കോടം കൂടി ഇറങ്ങിയപ്പോൾ അവിടുത്തെ കാഴ്ച ഉണ്ടല്ലോ, അതൊരു രക്ഷയുണ്ടായിരുന്നില്ല. അങ്ങനെ ചെറിയ ട്രെക്കിങ്ങിനൊക്കെ ഒടുവിൽ ഞങ്ങൾ നൈസായിട്ട് മല ഇറങ്ങിയിട്ടോ. പക്ഷേ മഴ പെയ്തിട്ടുള്ള അവിടെ കോട ഇറങ്ങിയിട്ടുള്ള ഒരു വ്യൂ അതൊരു രക്ഷയുണ്ടായിരുന്നില്ല. കണ്ടോളി മക്കളെ, എന്തായാലും വ്യൂ. ഈ വിടുത്തെ കാറ്റാണ് കാറ്റ്, ആ ഒരു ഫീലാണ് അപ്പോൾ ഓർമ്മ വന്നത്. ഇജാതി സാധനം കോട.